നമസ്കാരം. ഇന്ത്യയോട് കളിക്കുന്നത് ആർക്കും നല്ലതല്ല. ഇത് കാലം തെളിയിച്ച സത്യമാണ്. ട്രംപ് ഇന്ത്യയെ തൊട്ട് കണക്കിന് തീർത്തു കൊടുത്തു. ഇപ്പോൾ അതാ നേപ്പാളും ഇന്ത്യയെ ഒന്ന് തൊടാൻ നോക്കിയതേ ഉള്ളൂ. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഇന്ത്യയെ ഒന്ന് എതിർത്തതേ ഉള്ളൂ. ഇപ്പോൾ എതിർത്ത നേപ്പാളിൻ്റെ അവസ്ഥ എന്താണ്? എതിർത്ത സർക്കാരുമില്ല, നേപ്പാൾ ആകെ കലുഷിതമായി. ലിപുലേഖ് ചുരം വഴി വ്യാപാരം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്നും ഇന്ത്യയും ചൈനയും പിന്മാറണമെന്നും നേപ്പാളിലെ ഭരണകക്ഷിയുടെ ആവശ്യമായിരുന്നു. ലിപുലേഖ, ഷിപ്കില, നാഥുല ചുരങ്ങളിലൂടെയുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞ മാസം ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു നേപ്പാളിന്റെ ആവശ്യം. നേപ്പാളിന്റെ നിലപാട് അന്യായവും അംഗീകരിക്കാൻ കഴിയാത്തതും ചരിത്രപരവുമായ വസ്തുതകൾക്ക് നിരക്കാത്തതുമെന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. 1954 ലിപുലേഖ് ചുരം വഴി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വ്യാപാരം ആരംഭിച്ചതാണ്. ഇത് പതിറ്റാണ്ടുകളായി നടന്നുവരുന്നു. കോവിഡ്, മറ്റ് സംഭവ വികാസങ്ങൾ എന്നിവ കാരണം വ്യാപാരം ഇക്കഴിഞ്ഞ വർഷങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളിലും അത് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതിനു പിന്നാലെയാണ് നേപ്പാളിൽ നിലം പരിശാക്കി ജൻസി വിപ്ലവം പടർന്നത്. ജൻസി വിപ്ലവത്തിനൊടുവിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും KP ശർമ്മ ഒലി രാജിവെച്ചു. അഴിമതിക്കും ഫേസ്ബുക്ക്, വാട്സപ്പും ഇൻസ്റ്റഗ്രാം എന്നിവ ഉൾപ്പെടെ 26 സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ നടപടിക്കുമെതിരെയാണ് യുവാക്കളുടെ പ്രക്ഷോഭം അരങ്ങേറിയത്. പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികൾ അടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കിയിരുന്നു. പ്രക്ഷോഭം കലാപമായി മാറിയതോടെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും KP ശർമ്മ ഒലി രാജിവെച്ചത്. പ്രക്ഷോഭം കടുക്കുകയും പാർലമെന്റ് മന്ദിരം, നേതാക്കളുടെ വസതികൾ എന്നിവ ഉൾപ്പെടെ നിരവധി സുപ്രധാന ഓഫീസുകൾ പ്രക്ഷോഭകർ തകർക്കുകയും പ്രതിഷേധം മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. നേപ്പാൾ സർക്കാരിന് നേരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം ആളിപ്പടരുകയായിരുന്നു. വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷോഭം തിങ്കളാഴ്ച സുരക്ഷാ സേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അക്രമാസക്തമായി കാര്യങ്ങൾ കൈവിട്ടുപോയത്. പോലീസ് നടപടികളെ തുടർന്ന് 19 പേർ മരിച്ചിരുന്നു. 347 പേർക്ക് പരിക്കേറ്റു. അക്രമ സംഭവങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്നും രമേശ് ലേഖല രാജിവെച്ചിരുന്നു. തൊട്ടുപുറകെ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത സർക്കാർ തിങ്കളാഴ്ച രാത്രി വൈകി സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ നിരോധനം പിൻവലിച്ചുവെങ്കിലും പ്രക്ഷോഭം അവസാനിച്ചിരുന്നില്ല. സോഷ്യൽ മീഡിയ നിരോധനത്തെ തുടർന്ന് യുവജന പ്രക്ഷോഭം ഉടലെടുത്ത സാഹചര്യത്തിലാണ് നിരോധനം നീക്കുന്നതെന്നായിരുന്നു വാർത്താവിനിമയകാര്യ മന്ത്രി പൃഥ്വി ശുഭാംഗുരും വ്യക്തമാക്കിയത്. അതേസമയം മുൻപ് ഗവൺമെന്റ് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനെത്തുന്ന തീരുമാനത്തിന്റെ പശ്ചാത്താപമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളോട് പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്നായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥനയും. രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായതോടെ നേപ്പാളി സൈന്യം വസതികളിൽ നിന്നും മന്ത്രിമാരെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഒഴിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. മന്ത്രിമാരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് നേരെ തീവയ്പും ആക്രമണങ്ങളും ഉണ്ടായതിനെ തുടർന്നായിരുന്നു ഈ നടപടി. പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷയ്ക്കായി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് എന്നും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് സൈനിക ബാരക്കുകൾ സുരക്ഷ ഒരുക്കി. നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെ 2024 ജൂലൈ മുതൽ 4ാം തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഒലി. തന്റെ ശക്തമായ നിലപാടുകൾക്കും ദേശീയവാദ നയങ്ങൾക്കും പേരുകേട്ട ഒലി സ്ഥിരതയും സമൃദ്ധിയും വാഗ്ദാനം ചെയ്താണ് അധികാരത്തിലെത്തിയത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന അശാന്തിക്കും സ്വേച്ഛാധിപത്യ ആരോപണങ്ങൾക്കുമിടയിലാണ് അദ്ദേഹം ഇപ്പോൾ പടിയിറങ്ങിപ്പോയത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച